ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലെഗ്രാൻഡ് മോഡലിൻ്റെ നമ്മൾ സർഫസ് ബോക്സ്, അതായത് ഔട്ട് സൈഡിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ബോക്സ് നമ്മൾ മെറ്റലിൻ്റെ ടൈപ്പാണ് ഇന്ന് പരിചയപ്പെടുന്നത്. മെറ്റലിൻ്റെ ടൈപ്പ് വരുന്നുണ്ട്, PVC വരുന്നുണ്ട്, അതുതന്നെ ABS സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് മെറ്റൽ ബോക്സ് ആണ്. അതായത് നമ്മൾ കൺസീൽ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ പൗഡർ കോഡായിട്ട് വരുന്ന DB ഒക്കെ ചെയ്യുന്നില്ലേ, അതായത് നമ്മുടെ സിംഗിൾ ഫേസ് DB, 3 ഫേസ് DB ഒക്കെ ചെയ്യുന്ന പൗഡർ കോഡ് സിസ്റ്റം വരുന്ന പോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ ധൈര്യമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ലെഗ്രാൻഡിൻ്റെ മോഡൽസാണ്. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ MRP വരുന്നത്. ഇതിപ്പോൾ 18 മോഡ്യൂൾസിൻ്റെ ഉണ്ടാവും. 18 മോഡ്യൂളിൻ്റെ നമ്മുടെ അതിൻ്റെ മെറ്റൽ ബോക്സിൻ്റെ കവറാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ സെപ്പറേറ്റ് അതിൻ്റെ പ്ലേറ്റുകളും ഷീറ്റുകളും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ വരയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷീറ്റ് വരുന്നത്. അപ്പോൾ ലെഗ്രാൻഡിൻ്റെ മോഡൽസ് സ്വിച്ച് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആണ്, ലെഗ്രാൻഡ് തന്നെ. അപ്പോൾ ഏത് മോഡൽസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് മോഡൽ എന്നുള്ള രീതിയിലുള്ള പല മോഡലുകളും, ഐറിസ്, മൈർലിങ്ക്, അങ്ങനെ പല മോഡലുകളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ലെഗ്രാൻഡിൻ്റെ പല മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ മോഡൽസിൽ നമ്മൾ ഈ ടൈപ്പ് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡ്യൂളൊന്നും ഉദ്ദേശിച്ച എല്ലാവർക്കും അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഒരു മോഡ്യൂളൊന്നും ഉദ്ദേശിച്ച ഒരു സ്വിച്ചിൻ്റെ ഗ്യാപ്പ്, ഒരു സ്വിച്ച് ഉപയോഗിക്കുന്ന ഒരു ഗ്യാപ്പ് വരുന്നതിന് ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വിച്ചിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ നമ്മൾ 18 മോഡ്യൂളൊന്നും ഉദ്ദേശിച്ചാൽ 18 സ്വിച്ചുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്ലഗ് സോക്കറ്റ് വരുന്ന സമയത്ത് കണ്ട ഇതൊരു സോക്കറ്റ് ഉണ്ട്. ഈ സോക്കറ്റ് വരുന്ന സമയത്ത് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ 2 മോഡ്യൂളിൻ്റെ ഗ്യാപ്പ് വരും. അപ്പോൾ 2 മോഡ്യൂളായിട്ട് നമ്മളത് കണക്ക് കൂട്ടണം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 16 സ്വിച്ചും ഒരു പ്ലഗ് സോക്കറ്റും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ വരിക്കുന്ന ഏറ്റവും ഔട്ടർ കവറാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഔട്ടറിൽ സെപ്പറേറ്റ് ഒരു കവർ കൂടി വരുന്നുണ്ട്. അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം വെറുതെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് ഉണ്ട്, ഈ പറയുന്ന ലോക്കിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ എല്ലാ ഏരിയകളിലും ഉണ്ട്. അതായത് ഏകദേശം മൊത്തം ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മളത് രണ്ടാമത് എടുക്കണമെങ്കിൽ പോലും ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലോക്കുകളും പതുക്കെ റിലീസാവും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന സ്വിച്ച് ബോർഡിൻ്റെ കവർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത്. ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ ഇതായിരിക്കും നമ്മൾ ഈ പറയുന്ന ലെഗ്രാൻഡിൻ്റെ മെറ്റൽ ബോക്സിൻ്റെ ഔട്ടർ സ്റ്റേജ് വരുന്നത്. അപ്പോൾ സ്വിച്ചുകൾ കാര്യങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോൾ സമയത്ത് ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ആ പ്ലേറ്റിലാണ് നമ്മൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എക്സ്ട്രാ ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് അവസാനമായിട്ട് വെച്ച് കൊടുക്കുന്ന രീതി വരുന്നത്. അപ്പോൾ നമുക്കിത് ലെഗ്രാൻഡിൻ്റെ തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇത് നമ്മളിപ്പോൾ ഔട്ടറിൽ വയ്ക്കുന്ന രീതിയിലാണ്. അതായത് നമ്മൾ പുറത്ത് മെറ്റൽ ബോക്സിന് പകരമായിട്ട് സർഫസ് ബോക്സ് നമ്മൾ പുറത്ത് കൊടുത്ത് സെപ്പറേറ്റ് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കൂടുതൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഈ മെറ്റൽ ബോക്സ് ഇതുപോലെ ആവശ്യം വരാറ്, പൗഡർ കോഡറായിട്ട്. അതല്ലാതെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ മെറ്റൽ ടൈപ്പുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൗഡർ കോഡർ ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പ് കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നന്ന ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഔട്ടറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ സൈഡിൽ വരുന്ന ഓരോ സ്ക്രൂകളിടാനുള്ള ഗ്യാപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫിഷ് ഫ്രൈ തുറപ്പിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൺസീൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. യാതൊരു വിഷയങ്ങളും ഇല്ല. കൺസീൽ ചെയ്ത് ചെയ്താലും വിഷയങ്ങളില്ല, ഭിത്തിയുടെ ചെയ്താലും വിഷയങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിത് ഔട്ടർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫിഷ് ഫ്രൈ ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ നമ്മൾ എർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ബോക്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.